ഹലോ, ഗുഡ് ഈവനിങ്. പതുക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അശ്വതി കാണുന്നുണ്ട് അത്? മിസ് കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഇതിലേ നമുക്ക് വേഗം തീർക്കാം. പ്രത്യേകിച്ച് ഒന്നും എടുക്കണം എന്ന് ഉദ്ദേശിക്കുന്നില്ല. അന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ പെൻഡിങ്ങിൽ വെച്ചില്ലേ, അതൊന്ന് പറയാമെന്ന് വെച്ചിട്ടാണ്. അപ്പൊ അതില് ഇതൊക്കെയായിരുന്നോ ക്വസ്റ്റ്യൻസ്? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഇത് വാട്ട് ആർ ദി കോമൺ ഫീച്ചേഴ്സ് സസ്റ്റൈനബിൾ സിറ്റീസ്? 2 കേസ് സ്റ്റഡീസ്. അത് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. ഇത് നോക്കിയപ്പോൾ ഈ സാധനം തന്നെയല്ലേ, കോപ്പൻഹാഗൻ. ഇത് നമ്മുടെ ഇതിൽ കയ്യിലുണ്ട്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ വിത്ത് റെസ്പെക്ട് ടു സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷൻ, വിത്ത് റെസ്പെക്ട് ടു റിന്യൂവബിൾ എനർജി യൂസ് അല്ലേ, ഗ്രീൻ എനർജി യൂസേജ് ഷുഡ് ബി ഫെസിലിറ്റേറ്റഡ്, മോർ ആൻഡ് മോർ ഗ്രീൻ എനർജി ഷുഡ് ബി ഫേവേർഡ്. അപ്പോൾ ആ ഒരു പോയിന്റ് വേണം. വിത്ത് റെസ്പെക്ട് ടു സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷൻ വേണം. ദെൻ വിത്ത് റെസ്പെക്ട് ടു ഇൻഫ്രാസ്ട്രക്ചർ, എന്താണ് വിത്ത് റെസ്പെക്ട് ടു ഇൻഫ്രാസ്ട്രക്ചർ? നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? എഫിഷ്യൻറ്റ് ലാൻഡ് യൂസും അതുപോലെ എഫിഷ്യൻറ്റ് അർബൻ പ്ലാനിങ്ങും ഇൻ എ വെൽ പ്ലാൻ മാനർ അല്ലേ, ഇൻ എ ഗുഡ് പ്ലാൻ മാനർ. അപ്പോൾ റെഡ്യൂസ് അർബൻ സ്പ്രോൾ അല്ലേ, മിക്സ്ഡ് ലാൻഡ് യൂസ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, റെസിഡൻഷ്യൽ, കമേഴ്ഷ്യൽ, റിക്രിയേഷണൽ, അപ്പം അതിനൊക്കെ സ്പേസസ് പ്രൊവൈഡ് ചെയ്യുക അല്ല, എല്ലാം ഒറ്റ ഒരു റെസിഡൻഷ്യൽ അങ്ങനെ ആവാതെ. അപ്പോൾ ഒരു സെഗ്രിഗേഷൻ പോലെ ഒരു ഇത് വരില്ലേ, ഒരു കോൺസെൻട്രേറ്റഡ് ആയ പോലെ വരും. അപ്പോൾ കമേഴ്ഷ്യൽ വേണം, റെസിഡൻഷ്യൽ ആയിട്ടുള്ള റീജിയൻസ്. അപ്പോൾ അവിടെയൊക്കെ പാർക്കുകൾ, റിക്രിയേഷണൽ സ്പേസസ്, അങ്ങനെയൊക്കെ ഒരു മിക്സഡ് ലാൻഡ് യൂസ് ആകുമ്പോൾ യു ആർ പോയിന്റിങ് ടു ദി സസ്റ്റൈനബിൾ അപ്രോച്ച് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എടുക്കുക കേട്ടോ. വിത്ത് റെസ്പെക്ട് ടു ഇൻഫ്രാസ്ട്രക്ചർ, ലാൻഡ് യൂസ്, എഫിഷ്യൻറ്റ് ലാൻഡ് യൂസും അർബൻ പ്ലാനിങ്ങും. വിത്ത് റെസ്പെക്ട് ടു ട്രാൻസ്പോർട്ടേഷൻ, സസ്റ്റൈനബിൾ ആവാനായിട്ട് സൈക്കിൾസ്, മെട്രോ, ബസ്, എന്താണ് നമ്മുടെ ഇതിനെന്താ പറയുക, മാസ് റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം അല്ലേ, മാസ് റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം MRTS. അപ്പം അതിലാണ് നമ്മുടെ ബസ് റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം, മെട്രോ റെയിൽ ട്രാൻസിറ്റ് സിസ്റ്റം, മോണോ റെയിൽ, ലൈറ്റ് റെയിൽ. അപ്പം ഇത് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഫോസിൽ ഫ്യൂൽസിൻ്റെ അത് കുറയ്ക്കുകയാണ്, യൂസേജ് കുറയ്ക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം ആ ഒരു പോയിന്റ് ഇവിടെ എവിടെയോ ഇതായിരുന്നു ക്വസ്റ്റ്യൻ. കോമൺ ഫീച്ചേഴ്സ് വയ്ക്കുമ്പോഴേ വിത്ത് റെസ്പെക്ട് ടു ഇൻഫ്രാസ്ട്രക്ചർ, വിത്ത് റെസ്പെക്ട് ടു ട്രാൻസ്പോർട്ടേഷൻ, വിത്ത് റെസ്പെക്ട് ടു എനർജി യൂസേജ്. പിന്നെ നമുക്ക് അറിയാലോ വേസ്റ്റ് മാനേജ്മെന്റ് രീതിയിൽ എങ്ങനെ നമുക്കതിനെ സസ്റ്റൈനബിൾ ആവാം. സെഗ്രിഗേറ്റഡ് ഹോം ഇറ്റ് സെൽഫ്, സോഴ്സിനെ തന്നെ സെഗ്രിഗേറ്റ് ചെയ്യുക, റീസൈക്കിൾ ചെയ്യുക. പിന്നെ നമ്മുടെ 3R പ്രിൻസിപ്പിൾസ്. ദെൻ വാട്ടർ മാനേജ്മെന്റിലും നമുക്ക് അറിയുന്ന കാര്യമില്ല, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക, എൻകറേജ് ചെയ്യുക, വേസ്റ്റ് വാട്ടർ റീയൂസ്, റീസൈക്കിൾ, ഗ്രീൻ സ്പേസ് പ്രൊവൈഡ് ചെയ്യുക. അത് എല്ലാത്തിലും ഒരേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുമ്പോഴും നമുക്ക് അത് കൂട്ടിച്ചേർത്ത് പറയാം കേട്ടോ. ഗ്രീൻ സ്പേസസ്, ബയോഡൈവേഴ്സിറ്റി, ഇംപ്രൂവ്ഡ് എയർ ക്വാളിറ്റി, സോഷ്യൽ ഇക്വിറ്റി, ക്വാളിറ്റി ഓഫ് ലൈഫ്, ക്ലൈമറ്റ് റെസീലിയൻസ് അല്ലേ. അപ്പോൾ വെനെവർ യു ആർ കൺസ്ട്രക്ടിങ് ദ ബിൽഡിങ്സ്, കൺസ്ട്രക്ട് ഇറ്റ്, ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ട് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് റെസിസ്റ്റ് എവറി ക്ലൈമറ്റ് ഹസാർഡ്സ്. ഫ്ലഡ് കൺട്രോൾ സിസ്റ്റംസ് അതിലുണ്ടാവണം. ഹീറ്റ് മിറ്റിഗേഷൻ അല്ലേ, ഇപ്പം നമ്മുടെ റൂഫ്സ് ഒക്കെ ആണെങ്കിൽ, കൂളർ റൂഫ്സ് ആണെങ്കിൽ ഇപ്പം നമുക്ക് ഇത്ര ചൂട് തോന്നില്ലല്ലോ. അപ്പം അത് ചെയ്യണ സമയത്ത് തന്നെ അങ്ങനെയൊക്കെ ചെയ്യണം. കൂൾ റൂഫ്സ്, അർബൻ ഗ്രീനറി, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാം. ഹൈഡ്രോപോണിക്സ് എന്ന് പറയില്ലേ, അക്വാപോണിക്സ്, മണ്ണില്ലെങ്കിലും വെള്ളത്തിൽ കൃഷി ചെയ്യുന്ന രീതിയിൽ ഫ്ലാറ്റിലൊക്കെ അങ്ങനെ പ്രൊമോട്ട് ചെയ്യുക. ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ്. അപ്പോൾ ഇതൊക്കെ എഴുതി വെക്കണം കേട്ടോ. കോമൺ ഫീച്ചേഴ്സ് പറയുമ്പോൾ ഈ ഒരു ഫീച്ചേഴ്സൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് നമ്മുടെ സിറ്റി എന്താവുള്ളൂ, സസ്റ്റൈനബിൾ സിറ്റി ആവുള്ളൂ. പിന്നെ കേസ് സ്റ്റഡി നമ്മുടെ കയ്യിലുണ്ട്, കോപ്പൻഹാഗനും ഉണ്ട്. പിന്നെ മറ്റേ സാധനത്തിൻ്റെ പേരെന്തായിരുന്നു, ഫ്രീഡ്വേൽ എന്നൊരു സാധനമില്ലേ, അത് ഇവിടെ ഇന്ത്യൻ കേസ് സ്റ്റഡി ഉണ്ടെന്നാണ് പറയണേ, കൊച്ചി, പൂനെയിലും. അപ്പോൾ ഇതൊക്കെ കേരളത്തിലെ ഏതെങ്കിലും സസ്റ്റൈനബിൾ സിറ്റി ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കിക്കോ. കൊച്ചി, പൂനെ എന്നൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്തോളൂ. കാരണം പരീക്ഷയ്ക്ക് അത് ചോദിച്ചുകൂടാന്നില്ലേ, യൂണിവേഴ്സിറ്റിക്ക് ചിലപ്പോൾ അതൊക്കെ ചോദിക്കാം കേട്ടോ. മനസ്സിലായോ? അപ്പോൾ അതൊക്കെ അല്ലേ. അരുന്ധതി രണ്ടാമത്തേലേക്ക് പോട്ടെ. ഇത് കാണുന്നില്ലേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? അതൊന്നും വിട്ടു. ഇത് കാണുന്നുണ്ടോ? ഇത് കാണുന്നുണ്ടോ? ശരി ശരി, ഓക്കെ. ഇനി ഇതിന്നൊരു ക്വസ്റ്റ്യൻ നമ്മൾ അന്ന് പറയാനൊന്ന് വെറുതെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതൊന്നുമില്ല, നമുക്ക് അറിയുന്നത് തന്നെയാണ്. സജസ്റ്റ് മെഷേഴ്സ് ടു ഇംപ്രൂവ് ക്ലൈമറ്റ് റെസിലിയൻസ് അഗൈൻസ്റ്റ് എക്സ്ട്രീം ഹീറ്റ് വരുമ്പോൾ നമുക്ക് എങ്ങനെ ഇതേ പോയിന്റ്സ് തന്നെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇങ്ങനെ വന്നാലും അതെ പല തരത്തിൽ ചോദിക്കാറ്, അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. അർബൻ പ്ലാനിങ്, ഡിസൈൻ, ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊമോട്ട് ചെയ്യുന്നു. ബിൽഡിംഗ് ലെവൽ അഡാപ്റ്റേഷൻ,
അപ്പോൾ അതിൽ ബിൽഡിങ്ങിൽ ഇൻസുലേഷൻ മെറ്റീരിയൽസ് അറിയാലോ, നമ്മൾ ഹീറ്റ് കുറയ്ക്കാനായിട്ട് ഹീറ്റ് ഇൻസുലേറ്റേഴ്സ് ഒക്കെ നമ്മുടെ വാൾസിലും റൂഫ്സിലും ഇൻസ്റ്റോൾ ഷെയ്ഡഡ് വിൻഡോസ്, ലോവേഴ്സ് അല്ലേ, വിൻഡോസ് ഒക്കെ ആകുമ്പോൾ ഫുള്ളി ക്ലോസ്ഡ് അല്ലാത്ത ആ ഒരു പാറ്റേൺ വിൻഡോസ്, വെന്റിലേറ്റേഴ്സ്, എനർജി എഫിഷ്യൻറ്റ് കൂളിംഗ് സിസ്റ്റംസ്, 5 സ്റ്റാർ ആയിട്ടുള്ള രീതിയിലുള്ള റേറ്റിംഗ് ഒക്കെ ആകുമ്പോൾ നമുക്ക് കറണ്ട് കാശ് അങ്ങനെയൊക്കെ ലാഭിക്കാമല്ലോ. അപ്പം അങ്ങനെയുള്ള ഡിവൈസസും സാധനങ്ങളൊക്കെ വാങ്ങിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കുക. അത് പിന്നെ പറയണ്ടല്ലോ, ഇത് സെയിം തന്നെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനിത് വേറെ പോയിന്റ്സാന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണ് സെയിം തന്നെ വന്നത്, നേരത്തെ പോലെ തന്നെ കേട്ടോ. സസ്റ്റൈനബിലിറ്റി എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ വരുന്നത്. പിന്നെ ഇത് നമ്മൾ സസ്റ്റൈനബിൾ ഓക്കെ. ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ലിസ്റ്റ് ഔട്ട് എനി 2 ബെനിഫിറ്റ്സ് ഓഫ് മാസ് റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റംസ് അല്ലേ. അപ്പം മാസ് റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റംസ് പറയുമ്പോൾ MRTS, ഇത് നമ്മുടെ സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷനിൽ നമ്മൾ പറയുന്നൊരു പറയുന്നൊരു സിസ്റ്റമാണ് ബസ് റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം അല്ലേ. നമ്മളെന്താ സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷൻ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളെന്താ പെഡസ്ട്രനൈസ്ഡ് വാക്സ്, പെഡസ്ട്രനൈസ്ഡ് ലെയിൻസ്, അതുപോലെ ബൈസൈക്ലിംഗ് പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ MRTS നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റംസിനെ പ്രൊമോട്ട് ചെയ്യുക, ദെൻ ബസ് റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റംസ്, അതൊക്കെ ഇതിൽ വരുന്നതാണ് സസ്റ്റൈനബിൾ. ഇതിൽ മെട്രോ, മോണോ, റെയിൽസ്, നമ്മുടെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, ബസ്സുകളൊക്കെ തന്നെ ആകുമ്പോൾ അത്തരം ബസ്സുകളില്ലേ. അപ്പം അത് കണ്ടോ. അപ്പം അതാകുമ്പോൾ എങ്ങനെയാണ് 3 പില്ലേഴ്സ് ഓഫ് സസ്റ്റൈനബിലിറ്റീനെ മീറ്റ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മുടെ 3 പില്ലേഴ്സ് ഏതായിരുന്നു? എൻവിറോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, ഇക്കണോമിക് സസ്റ്റൈനബിലിറ്റി, സോഷ്യൽ സസ്റ്റൈനബിലിറ്റി അല്ലേ നമ്മുടെ 3 പില്ലേഴ്സ്. അപ്പം ആ രീതിയിൽ ഇത് എഴുതി വെക്കണം. എങ്ങനെയാണ് മാസ് റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ, മീൻസ് ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻ എ സൊസൈറ്റി, എൻവിറോൺമെന്റ് പൊല്യൂഷൻ കുറയ്ക്കില്ലേ. കാരണം പ്രൈവറ്റ് വെഹിക്കിൾസിൻ്റെ എണ്ണം കുറയും, എല്ലാവർക്കും കൂടി മെട്രോയിൽ കയറി പോവാം. അപ്പോൾ അവിടെ ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ എമിഷൻ കുറഞ്ഞു, ഇമ്പ്രൂവ്ഡ് എയർ ക്വാളിറ്റി, എനർജി എഫിഷ്യൻ്റ് ആയി. മനസ്സിലായോ? ലെസ് എനർജി കൺസ്യൂം. പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റംസ് ലൈക്ക് മെട്രോ കൺസ്യൂംസ് ലെസ് എനർജി പെർ പാസഞ്ചർ കമ്പയർഡ് ടു കാർ അല്ലേ. അപ്പോൾ ഒരാൾ ഒരു കാർ എടുത്ത് പോകണേക്കാളും എത്ര ആൾക്കാർ കാറിൽ പോകണം, അപ്പോൾ എല്ലാവരും കൂടി ട്രെയിനിൽ പോയി കഴിഞ്ഞാൽ അത്ര എനർജി എഫിഷ്യൻ്റ് ആവുമല്ലോ നേഷൻ. അപ്പോൾ ആ രീതിയിൽ എൻവയോൺമെൻറ്റ് സസ്റ്റൈനബിലിറ്റി എഴുതുന്നു. ഇക്കണോമിക് സസ്റ്റൈനബിലിറ്റി നിങ്ങൾക്ക് അറിയാം, ലോവർ ട്രെയിനിലൊക്കെ ആകുമ്പോൾ പൈസ കുറവാണ്, എക്കണോമിക് പ്രൊഡക്റ്റ്, ഫാസ്റ്റർ ആക്സസ് ടു ജോബ് മാർക്കറ്റ്സ്, ഓവറോൾ എക്കണോമിക് എഫിഷ്യൻസി ഒക്കെ ആവുന്ന പറയുന്നത്. സ്പീഡൊക്കെ കൂടുതലല്ലേ, അപ്പോൾ അതിലൊന്നും ഡിലേയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, നമുക്ക് വലിയ ട്രാഫിക് ജാമൊന്നും ഇല്ലല്ലോ, മീൻസ് റെയിൽ അങ്ങനത്തെ മോണോ റെയിലൊക്കെ ആണെങ്കിൽ. അടുത്ത സോഷ്യൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? സോഷ്യൽ, എല്ലാവർക്കും തുല്യത എന്ന് പറയുന്നതാണ് നമ്മൾ സോഷ്യൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്. അണ്ടർ പ്രിവിലേജ് സെക്ഷൻസ് ഇല്ലാതെ അവിടെ എല്ലാതും. MRT ഈസി ആൻഡ് equitable access to transportation all sections. ലോ ഇൻകം ഗ്രൂപ്പ്സിനൊക്കെ അവർക്ക് പറഞ്ഞ പോലെ ഡിസ്കൗണ്ട് അങ്ങനത്തെ രീതിയിലൊക്കെ ഉണ്ടാവില്ലേ. ആരാണ് ഈ ലേറ്റ് കമർ? ഓക്കെ, മനസ്സിലായോ? അപ്പോൾ അതാണ് സോഷ്യൽ സസ്റ്റൈനബിലിറ്റി ഉണ്ടാവും. ഓക്കെ, ഇത് പറയണ്ടല്ലോ സോഷ്യൽ എന്ന് പറയുമ്പോൾ. അതുകൊണ്ട് ഓൾറെഡി ഇതിലും പറയാം. ട്രാവൽ ടൈം കുറയ്ക്കുന്നു, ട്രാഫിക് കൺജഷനൊക്കെ. അപ്പോൾ ഈ ഒരു പോയിന്റ്സ് കവറപ്പ് ചെയ്യണ പോലെ വേണം നിങ്ങളിത് ഏത് ചോദിച്ചാലും. ചിലപ്പോൾ ഇത് അങ്ങനെ നമുക്കറിയാത്ത സിസ്റ്റംസ് ചോദിക്കുകയാണെങ്കിലും നമ്മൾ ചോദിക്കുന്നത് ഈ 3 പില്ലേഴ്സിൻ്റെ രീതിയിലേക്ക് തന്നെയൊക്കെ ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ അറിയാത്ത വല്ല അബ്രിവിയേഷൻസ് ഒക്കെ വരികയാണെങ്കിലേ മനസ്സിലാക്കുക അതൊരു സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കാം. അപ്പോൾ ആ രീതിയിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അവയർനെസ്സും ഉണ്ടാവുക കേട്ടോ. അങ്ങനെ ജസ്റ്റ് ഒരു പേപ്പറും കാര്യങ്ങളൊക്കെ വായിച്ചോളൂ. കാരണം ഇത് ഈ ഒരു സമയത്ത് ആയതുകൊണ്ട് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏത് ചോദ്യം വേണമെങ്കിലും ഇടാലോ. ഹീറ്റിന്റെ രീതിയിൽ ചൂട് പിടിച്ചിരിക്കുകയല്ലേ, അതുകൊണ്ട് എന്ത് വേണം നമ്മളെ പേപ്പറൊക്കെ വായിക്കണം. ഓക്കെ അല്ലേ സൂര്യ? കേട്ടത് സൂര്യ ക്വസ്റ്റ്യൻ കേട്ടില്ലേ പറഞ്ഞത്? സൂര്യ പോയാ? അശ്വതി ശരി, താങ്ക് യു വെരി മച്ച്. അപ്പൊ അതാട്ടാ നമ്മുടെ 2 സിസ്റ്റംസ് ഒക്കെ പറഞ്ഞു. അതിന്റെ ശേഷം ഞാൻ ഇതിന്റെ പടം കാണിച്ചു കേട്ടാ. മാസ് റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റത്തിന്റെ ഫിഗർ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ. ഇനി ഇതൊരു ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പ്ലെയിൻ വേരിയസ് ക്രൈറ്റീരിയ ഫോർ മെറ്റീരിയൽ സെലക്ഷൻ ഫോർ സസ്റ്റൈനബിൾ ഡിസൈൻ ഓഫ് ബിൽഡിംഗ് അല്ലേ. സസ്റ്റൈനബിൾ ഡിസൈൻ ആവാനായിട്ട് നമ്മൾ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യേണ്ടി വരില്ലേ. അപ്പം അതിന് എന്തൊക്കെ ക്രൈറ്റീരിയ ആണ് നമ്മൾ ലുക്കപ്പ് ചെയ്യേണ്ടത്? വാട്ട് ആർ ദി പോയിന്റ്സ് യു നീഡ് ടു ടേക്ക് ഇൻ? അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞു വരുമ്പോൾ എല്ലാം ഈ ഒരു പോയിന്റ്സിലേക്ക് കൊണ്ടുവരിക അല്ലേ. സസ്റ്റൈനബിൾ ഡിസൈൻ എന്ന് പറയുന്ന ഒരു അംബ്രല്ല ടേമാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെ ചെയ്താലും എൻവിറോൺമെന്റൽ ക്രൈറ്റീരിയ
പാച്ചപ്പ് മീൻസ് മീറ്റപ്പ് ആവണം. ഈ എക്കണോമിക് ക്രൈറ്റീരിയ, സോഷ്യൽ ക്രൈറ്റീരിയ ആ രീതിയിൽ അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി, നേരത്തെ പറഞ്ഞതേപോലെ തന്നെ. ഓക്കെ, അപ്പോൾ സസ്റ്റൈനബിൾ ഡിസൈൻ ആവാനായിട്ട് നമ്മൾ കണ്ടോ, ഇതിൽ എക്സാമ്പിൾ അവർ എഴുതിയിരിക്കുന്നുണ്ടോ? നമ്മൾ വീടുകളൊക്കെ വെക്കുമ്പോൾ അവിടെ ബാംബു ഓർ ഫ്ലൈ ആഷ് ബ്രിക്സ് ഇൻസ്റ്റെഡ് ഓഫ് കൺവെൻഷൻ സിമെന്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു കാർബൺ അല്ലേ, സിമെന്റ് ഉണ്ടാക്കാൻ തന്നെ എത്ര കാർബൺ വരും. അപ്പോൾ അതിൻ്റെ ലൈഫ് സൈക്കിൾ അനാലിസിസിൽ നമുക്കറിയാം സിമെന്റും കോൺക്രീറ്റും ഒക്കെ മാനുഫാക്ചർ ചെയ്യുമ്പോൾ അത്രമാത്രം കാർബണും ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഒക്കെ കൺസ്യൂം ചെയ്യുന്നുണ്ട്, പുറന്തള്ളുന്നുണ്ട്, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ പറയുന്നത് ലോ എംബോഡിഡ് എനർജി, ലോ കാർബൺ പ്രോഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യണം അല്ലേ. കണ്ട, ബാംബു ഓർ ഫ്ലൈ ആഷ് ബ്രിക്സ് യൂസ് ചെയ്യാൻ എക്സാമ്പിൾ ആയിട്ടാണ് പറയണേ. മെറ്റീരിയൽ ഷുഡ് മിനിമൽ എനർജി എക്സ്ട്രാക്ഷൻ, മാനുഫാക്ചറിങ്, ട്രാൻസ്പോർട്ടിൻ്റെ സമയത്ത് മിനിമം ഗ്രീൻ ഹൗസ് ഗ്യാസസും അതുപോലത്തെ ഇതൊക്കെ മിനിമം എനർജിയും അല്ല, എനർജി യൂസേജും മിനിമൈസ് ചെയ്യണം. ഈ ഒരു പ്രോസസ്സിലൊക്കെ മിനിമം ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിറ്റ് ചെയ്യണം. ആ രീതിയിലുള്ള പ്രൊഡക്ട്സ് വേണം യൂസ് ചെയ്യാൻ. എക്സാമ്പിൾ ആയിട്ട് കണ്ടോ അത് എഴുതിയിരിക്കുകയാണ്. അടുത്ത ആസ്പെക്ട് എന്ന് പറയുന്നത് കാർബൺ ഫുട് പ്രിന്റ്. നേരത്തെ പറഞ്ഞതൊക്കെ തന്നെ എന്താണ്, ചൂസ് മെറ്റീരിയൽസ് വിത്ത് ലോ GHG ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് അക്രോസ് ഇയർ ലൈഫ് സൈക്കിൾ കുറയ്ക്കുന്ന നിലവാരത്തിലുള്ള മെറ്റീരിയൽസ് നമ്മൾ ചൂസ് ചെയ്യണം. എക്സാമ്പിൾ ആയിട്ട് കണ്ടോ, റീസൈക്കിൾ സ്റ്റീൽ, വിർജിൻ സ്റ്റീൽ, പുതിയതിനേക്കാൾ നമ്മൾ സ്ക്രാപ്പ് അല്ല, നമ്മൾ പറഞ്ഞില്ലേ എന്താ സർക്കുലാർ ഇക്കണോമി, ഓർമ്മയുണ്ടാ? സർക്കുലാർ ഇക്കണോമി, ഇങ്ങനെ സർക്കിൾ പോലെ ഇത് വരണം എന്നുള്ളത്. വേസ്റ്റ് ഇന്ത്യൻ റെയിൽവേയിൽ അവരത് എന്ത് ചെയ്യുന്നു, പഴയ റെയിൽ തൂക്കി വിൽക്കുകയല്ല ചെയ്യുന്നത്, അതിനെ വെച്ചിട്ട് പുതിയതാക്കുക ചെയ്യുന്നത്. മീൻസ് റിഫൈൻ ചെയ്യുക, വെറുതെ അത് ഇതാക്കുകയല്ല, അതിനെ നന്നാക്കിയിട്ടാണ് അവർ പുതിയത് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം അത് കണ്ടോ, കാർബൺ ഫുട് പ്രിന്റിന്റെ സംഭവം എഴുതി വയ്ക്കുക. റിസോഴ്സ് എഫിഷ്യൻസി, പ്രിഫറൻസ് ഫോർ റിന്യൂവബിൾ അബണ്ടന്റ് ഓർ റീസൈക്കിൾ മെറ്റീരിയൽസ്, ടിംബർ, പ്രിഫറൻസ് ഫോർ റിന്യൂവബിൾ അബണ്ടൻസ് റീസൈക്കിൾ മെറ്റീരിയൽസ്, അതിന് ഇത് കൊടുക്കാൻ. അതന്നെ ഈ സർക്കുലർ എക്കണോമിയിലുള്ള അത് റീസൈക്കിളും റിന്യൂവബിൾ അബണ്ടന്റ് അതൊക്കെ അല്ലേ ഇത് വരുന്നത്. ടിംബർ ഫ്രം മാനേജ്ഡ് ഫോറസ്റ്റ്, റീസൈക്കിൾഡ് അഗ്രീഡ്സ്, അതൊക്കെ യൂസ് ചെയ്യാൻ. അതന്നെ റീസൈക്കിൾഡ് അഗ്രീഡ്സ്. പിന്നെ അടുത്തത് ഡ്യൂറബിലിറ്റി ആൻഡ് ലൈഫ് സ്പാൻ, എന്തെങ്കിലുമൊക്കെ നോക്കുക കേട്ടോ. അത് കണ്ട, ലോങ് ലാസ്റ്റിംഗ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുക. അതായത് ഡിസൈൻ പീരീഡ് മീൻസ് അങ്ങനെ ചെയ്താൽ നമ്മൾക്ക് എന്തുണ്ടാവും, അതിൻ്റെ ആ ഒരു ഡിസൈൻ ലൈഫ് സ്പാൻ കൂടില്ലേ, ആ ഒരു മെമ്പർ വെച്ച് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നിർമ്മിതിയുടെ ലൈഫ് സ്പാന് കൂടി പോവും. അത് വേണമല്ലോ, ലോങ് ലാസ്റ്റിംഗ് മെറ്റീരിയൽസ് യൂസ് ചെയ്യണം. സ്റ്റോണ്, ഹൈ ക്വാളിറ്റി കോൺക്രീറ്റ് ഒക്കെ യൂസ് ചെയ്യുക. ട്രീറ്റഡ് വുഡ്, പ്രോസസ് സീസൺഡ് വുഡ്, ട്രീറ്റഡ് വുഡ്, അൺപ്രോസസ്ഡ് വുഡ് ഒക്കെ ആണെങ്കിൽ അത് പെട്ടെന്ന് കേടുവന്ന് പോയില്ലേ. മനസ്സിലായോ? ഞാൻ അടുത്ത ഇതൊക്കെ ജസ്റ്റ് നോക്കുക. ലോക്കൽ ഇത് ഗാന്ധിജി എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, ജയകൃഷ്ണൻ കാണുന്നുണ്ട്, അത് പറഞ്ഞാൽ മതി. സ്ലൈഡ് കാണുന്നുണ്ടാ? അല്ലെങ്കിൽ വേറെ ഞാൻ അശ്വതിയുടെ പേരെന്നെ വിളിക്കേണ്ടി വരും ഇപ്പോ. ജിസ്നി, താങ്ക് യു. അപ്പൊ കണ്ടോ, ഗാന്ധിജി പറഞ്ഞില്ലേ, ഗാന്ധിജി പറഞ്ഞത് നമ്മൾ 1.5 കിലോമീറ്റർ ചുറ്റളവിലുള്ള വസ്തുക്കളെ വെച്ചിട്ടാണ് നമ്മൾ വീട് നിർമ്മിക്കാൻ പാടുള്ളൂ. അതാണ് ലോക്കൽ അവൈലബിലിറ്റി. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ എന്തായിരുന്നു ആശയം, നമ്മളിത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. കോസ്റ്റ് അല്ല, അത് ആ വണ്ടി കൊണ്ടുവരുന്ന, അപ്പൊ ഇത്ര ഡീസലും പെട്രോളും കാർബൺ ഡയോക്സൈഡ് ഒക്കെ എമിറ്റ് ആവുന്നു. അതാണ് ലാറ്ററൽ സ്റ്റോൺസ് ഇൻ കേരളത്തിൽ ഒരുപാട് ലാറ്ററൈറ്റ് സ്റ്റോൺസിന്റെ ക്വാറി അതൊക്കെ ഉണ്ട്. മനസ്സിലായോ? അപ്പൊ അവിടെ നിന്നൊക്കെയുള്ളത് നല്ല ഹാർഡ് സ്റ്റോൺസ് ആണ്. അപ്പൊ അതൊക്കെ യൂസ് ചെയ്താൽ പോരെ. അപ്പൊ അതൊക്കെ ചെയ്യാനൊക്കെയാണ് ഇവർ പറയാം. അപ്പൊ ഇത്രയും പോയിന്റ്സ് എൻവിറോൺമെന്റൽ ക്രൈറ്റീരിയ. മനസ്സിലായോ? ഈ ലാറ്ററൈറ്റ് സ്റ്റോൺസിനൊന്നും ഒരു ഇതും ഇല്ല, ലോങ് ലാസ്റ്റിംഗ് ഒക്കെ തന്നെയാണ്. അപ്പൊ അത് കണ്ടോ, ലോക്കലും ആണ്, ഡ്യൂറബിളും ആണെങ്കിൽ പിന്നെ അത് യൂസ് ചെയ്താൽ പോരെ. അതൊക്കെയാണ് നമ്മുടെ എൻവിറോൺമെന്റ് ക്രൈറ്റീരിയയിൽ പറയേണ്ടത് കേട്ടോ. ഇനി അടുത്തത് ഇക്കണോമിക് ക്രൈറ്റീരിയയിൽ പറയണ്ടല്ലോ. നമ്മൾ ആദ്യം കണ്ടോ, ഇനീഷ്യൽ കോസ്റ്റ് കൂടുതലാണെങ്കിലും അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് അത് കുറവ് വരും. അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ എനർജി അല്ലെ, നമ്മളിപ്പോൾ ഇതൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ AC ഒക്കെ മേടിക്കുമ്പോൾ 5 സ്റ്റാർ AC റേറ്റിംഗ് ഉള്ളതാണെങ്കിൽ അതെന്തായിരിക്കും, മേടിക്കുമ്പോൾ പൈസ കൂടുതലാണെങ്കിലും കറണ്ട് കാശ് കുറവല്ലേ വരുള്ളൂ. മനസ്സിലായോ? പിന്നെ കറണ്ട് ബില്ലൊക്കെ. അപ്പം അതാണ് ഇനീഷ്യൽ കോസ്റ്റ്. പിന്നെ മെയിൻ്റനൻസ് റിക്വയർമെൻറ്റ് കുറവ്. സെറാമിക് ടൈൽസിൻ്റെ ഇവർ പറയുന്നുണ്ട്, സെറാമിക് ടൈലാണെങ്കിൽ നല്ലതാണ്, പക്ഷേ ചില ടൈലുകളൊക്കെ പെട്ടെന്ന് റീപെയിൻറ്റിങ് സർഫസിങ് വേണ്ടി വരും. അപ്പം അങ്ങനെയുള്ളതൊക്കെ നോക്കി വാങ്ങിക്കുക, ലോ മെയിൻ്റനൻസ്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു നമ്മൾ ചെയ്യുന്ന ഓരോ പ്രോസസ്സും അത് എന്താണ്, എൻവിറോൺമെൻറ്റൽ നെഗറ്റീവ് ഇമ്പാക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താണ്, സസ്റ്റൈനബിൾ ഡിസൈനാണ്.
ഇത് പറയണ്ടല്ലോ. ഇനി അടുത്ത സോഷ്യൽ ആകുമ്പോൾ നമ്മൾ സോഷ്യൽ എന്ന് പറയുമ്പോൾ ഇൻഡോർ എയർ ക്വാളിറ്റി മെറ്റീരിയൽ ഷുഡ് ബി നോൺ ടോക്സിക് ആയിരിക്കും. നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ വസ്തുക്കളും നോൺ ടോക്സിക്. പെയിന്റ് ഒക്കെ നമ്മൾ പറയില്ലേ, പെയിന്റ് അടിക്കുമ്പോൾ അത് തന്നെ ഇവർ പറയുന്നത്. ലോ VOC പെയിന്റ്, നാച്ചുറൽ ഫിനിഷ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നോൺ ടോക്സിക് ആണ്. അപ്പോൾ അവർ എമിറ്റ് ലോ ഓർ നോ വോളറ്റൈൽ VOCs, വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട് ആണ് VOC കേട്ടോ. പെയിന്റിലൊക്കെയാണ് യൂഷ്വലി അത് പറയുക. പെയിന്റ് ഒക്കെ അടിക്കുമ്പോൾ നല്ല പെയിന്റുകളൊക്കെ വാങ്ങിച്ചടിക്കുക, ഈ നോൺ ടോക്സിക്. അപ്പോൾ അത് ലോ VOC പെയിന്റ്സ് ഒക്കെ നോക്കി വാങ്ങിക്കുക. ഇനി അടുത്തത്, അപ്പോൾ അത് കണ്ടോ സോഷ്യൽ. ഇപ്പം നമുക്ക് ഒരു പൊല്യൂഷൻ വന്നാൽ അടുത്ത വീട്ടിലുള്ള ആൾക്കാർക്ക് വരില്ലേ, അപ്പോൾ അത് സോഷ്യൽ കൺസേൺ ആയി മാറും. നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരെ പബ്ലിക് ഹെൽത്തും കാര്യങ്ങളും അടുത്ത ആൾക്കാർക്ക് അത് ഒരു ഇഫ് ഇറ്റ് ഇസ് എ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അപ്പം അപ്പുറത്ത് വീട്ടിലെ ആൾക്കാർക്ക് അത് പകരില്ലേ. അപ്പം അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കണം. തെർമൽ കംഫർട്ട് എന്ന് പറയുമ്പോൾ എന്താ, ഗുഡ് ഇൻസുലേഷൻ ആൻഡ് ഇൻഡോർ കംഫർട്ട് വരില്ല മത്സ്യം അല്ലേ. നമ്മളിപ്പോൾ ഇഷ്ടിക ചുമരുകളൊക്കെ ഉള്ളത് വീടുകളൊക്കെയാണ് ഇപ്പം ഇത്ര തണുപ്പ്. നമ്മൾ ഇതേലെ ഒരു ആളുടെ പേര് പറയുമല്ലോ നമ്മൾ. ഞാൻ കഴിഞ്ഞ സെമസ്റ്ററിലെ വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ വീക്കിലി വീഡിയോ ഇറക്കും, തേഴ്സ്ഡേ ഓരോ വീക്കിലി വീഡിയോ ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം ഞാനൊരാളുടെ ഒരു ഇതിട്ടത് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്ന? ജിസ്നി ശ്രദ്ധിച്ചിരുന്ന? എൻ്റെ സ്റ്റാറ്റസ് കാണുന്ന ആൾക്കാർ ജിസ്നി എവിടെ ഉണ്ടോ? ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എന്തൊരു കഷ്ടം, ശ്രദ്ധിക്കേണ്ടേ ഇതൊക്കെ. ആരെവിടെ ശ്രദ്ധിച്ചത്? ശ്രദ്ധിച്ച ആൾക്ക് ഞാനിപ്പോൾ ഒരു മാർക്ക് കൂട്ടിത്തരാം. ഒരാളുടെ പേര്, നമ്മൾ തൃശ്ശൂരുള്ള ഒരാൾ, അതായത് ബ്രിട്ടീഷുകാരനാണ്. എന്നിട്ട് ആള് തൃശ്ശൂര് വന്നിട്ട് താമസിച്ച് അവർ സിവിൽ എഞ്ചിനീയർ ആർക്കിടെക്റ്റ് ആണ്. അപ്പൊ ആളുടെ കൺസ്ട്രക്ഷൻ തിരുവനന്തപുരത്തെ ഇന്ത്യൻ കോഫി ഹൗസ് ഞാൻ പോയിട്ടുണ്ട്. അത് എന്ന് പറയുന്നത് ആളുണ്ടാക്കിയതാണ്. അതുപോലെ അങ്ങനെ കുറെ സാധനങ്ങൾ, കുറെ ബിൽഡിങ്സും കാര്യങ്ങളും ആളുടെ കൺസ്ട്രക്ഷൻ. അയ്യോ, ആളെ പറ്റി നമ്മൾ നമ്മൾക്ക് പറയേണ്ട ആവശ്യമില്ല. സസ്റ്റൈനബിൾ ആണ് അത് വരുന്നത്. പക്ഷെ നമ്മുടെ സബ്ജക്റ്റിലുണ്ടല്ലോ സസ്റ്റൈനബിൾ. മനസ്സിലായോ? അത് ആരാ? അത് ഇതൊന്നും അറിയില്ലേ? ഞാൻ ആ വീഡിയോ അത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിലിടാം. ഞാൻ ഉണ്ടാക്കിയൊരു വീഡിയോ ഉണ്ട്. എല്ലിലാണ് തുടങ്ങുന്നത് പേര്. അരുന്ധതിക്കറിയോ? തേജശ്രീ. ആര് പറഞ്ഞു? ഇല്ലല്ലേ. ലാറി ബേക്കർ എന്ന് കേട്ടിട്ടുണ്ടോ? പറഞ്ഞപ്പോ കേട്ടവരാരെങ്കിലും ഉണ്ടോ? സൂര്യ കേട്ടിട്ടുണ്ട് കണ്ടാ. യെസ് മിസ് എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ പേര് പറഞ്ഞില്ല. ലാരി ബേക്കറിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇതാണ് കേട്ടാ. അതായത് ആളെ എപ്പോഴും ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള എൻവിറോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സംഭവങ്ങളാണ് ചെയ്യുള്ളൂ. ക്ലിയർ ആണോ? ഇപ്പൊ മനസ്സിലായോ? അപ്പൊ ലാരി ബേക്കർ കൺസ്ട്രക്ഷൻ പാത്തൊക്കെ പിന്തുടർന്ന് നമ്മളത് ചെയ്യുക. ക്ലിയർ ആണോ? അത് ഇനി ഞാൻ ബാക്കി വീഡിയോ ഇടുള്ളൂ. അതിൽ തന്നെ ആള് ചെയ്യുന്ന പല രീതികളുണ്ട്. ലോ കോസ്റ്റ് ആണ് ആളുടെ, പക്ഷെ ഭയങ്കര സസ്റ്റൈനബിൾ ആണ്. ഗാന്ധിയൻ പ്രിൻസിപ്പിൾ ആണ് ആള് ഫോളോ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ശരി. ഇനിയിപ്പോൾ ഇതിൽ ഇപ്പം എവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? ഈ സ്ലൈഡ് ആയിരുന്നു? ഇതായിരുന്നോ? ഇതല്ലേ പറഞ്ഞത്? മഡ് ബ്ലോക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അതിലേക്ക് പോയത് കേട്ടോ. ഇൻസുലേറ്റഡ് പാനൽസ്, അക്കൗസ്റ്റിക് പെർഫോമൻസ്, അക്കൗസ്റ്റിക് സൗണ്ടിന്റെ കേസൊക്കെ. സൗണ്ട് പൊല്യൂഷൻ ഉണ്ടാക്കാൻ പാടില്ല. നമ്മൾ സോഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മൾ പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ, തെർമൽ പൊല്യൂഷൻ, ഒരു വക പൊല്യൂഷൻസ് നമ്മൾ നമ്മുടെ വീട് ഭയങ്കരമായിട്ട് ഒരു മണിമാളിക പണിയുകയാണെങ്കിൽ അവിടെ ഭയങ്കര ഇതൊക്കെയാണെങ്കിൽ അത്രയും അർബൻ ഹീറ്റ് ഐലൻഡ്, അത് ഇത്രയും ഇത് വരില്ലേ? മനസ്സിലായോ? അത്രയും ഒരു ഇത് വരില്ലേ? അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളൊരു സൊസൈറ്റിക്ക് നമ്മൾ ബിൽഡിംഗ് പ്ലാനിങ് ചെയ്യുമ്പോൾ അതും കൂടിയൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, അത് കൾച്ചറൽ ഇതൊക്കെ പറഞ്ഞു. പിന്നെ ഉള്ള പോയിന്റ്സ് ഒക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുക. ലൈഫ് സൈക്കിൾ എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അതൊന്നും എഴുതിയാലും കുഴപ്പമില്ല. നമുക്ക് ഈ 3 പോയിന്റ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മുടെ മെറ്റീരിയൽ സെലക്ഷൻ വേണ്ടത്. അതുപോലെ ലൈഫ് സൈക്കിൾ അനാലിസിസ് ഒക്കെ ചെയ്യുക. നമ്മുടെ എന്താ പറയുക, എൻവിറോൺമെന്റൽ ഇമ്പാക്ട്, ഇവാലുവേറ്റ് എൻവിറോൺമെന്റൽ ഇമ്പാക്ട് ഫ്രം ക്രാഡിൽ ടു ഗ്രേവ്. അതിനെയാണ് നമ്മൾ അതിന്റെ ലൈഫ് സൈക്കിൾ അസസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് എവർ ബി ദ മെറ്റീരിയൽ യു ആർ യൂസിങ് ഇൻ യുവർ building unit or infrastructure, its assessment should be done properly. അപ്പോൾ അങ്ങനെ ലൈഫ് സൈക്കിൾ അസസ്മെന്റ് നടത്തിയിട്ട് വേണം നമ്മളിതിൻ്റെ ഗുണമേന്മ മനസ്സിലാക്കിയിട്ട് വേണം അത്. ഓക്കെ അല്ലേ? പിന്നെ അതുപോലെ അതിൻ്റെ ഫങ്ഷണൽ എന്ന് പറയുന്നത് നമ്മൾ ഇതൊക്കെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി ആൻഡ് സേഫ്റ്റി അല്ലേ. നമ്മൾ സ്ട്രെങ്ത്തും വേണം, സ്റ്റെബിലിറ്റിയും വേണം, സേഫ്റ്റിയും വേണം. അതുപോലെ സസെപ്റ്റിബിലിറ്റിയും വേണം. പിന്നെ അതുപോലെ എൻവിറോൺമെന്റ്, സോഷ്യൽ ആൻഡ് ഇക്കണോമിക് സസെപ്റ്റിബിലിറ്റിയും കൂടി വേണം. സാധാരണ നമ്മളൊരു ബിൽഡിംഗ് പറയുമ്പോൾ ഇതല്ലേ പറയാറുള്ളൂ, ഈ 3 സാധനങ്ങളല്ലേ പറയുള്ളൂ: സ്ട്രെങ്ത്, സേഫ്റ്റി. പക്ഷെ നമ്മൾ സസ്റ്റൈനബിലിറ്റിയുടെ ആൾക്കാരായതുകൊണ്ട് ഈ 3 പില്ലേഴ്സും കൂടി മീറ്റ് ചെയ്യണം. ക്ലിയർ അല്ലേ?
പിന്നെ ഫയർ റെസിസ്റ്റൻസ് അത് ഇതൊക്കെ എന്തൊക്കെ ഇങ്ങനെയൊക്കെ യൂഷ്വൽ ബിൽഡിങ്സിനുള്ളത് തന്നെയാണ്. പോട്ടെ, അടുത്തേക്ക് പോട്ടെ. ഇനി ഈ ചോദ്യം കണ്ട എന്ത് എഴുതും നിങ്ങൾ? ഓഗസ്റ്റ് 2018 ഫ്ലഡിൽ വന്നു. ഇത് നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തതാ. എന്നാലും ഇങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ ഇങ്ങനെയൊക്കെ നല്ല വൃത്തിക്ക് എഴുതിയാൽ നല്ല മാർക്ക് കിട്ടും. മനസ്സിലായോ? ഫ്ലഡ് റെസീലിയൻ ഡ്രെയിൻ എന്തൊക്കെ വേണം? ഇവിടെ എല്ലാ ആൾക്കാരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഇത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? ഇതൊക്കെ തേജശ്രീ ഇത് കാണുന്നില്ലേ? ഉണ്ടെന്നല്ലേ പറഞ്ഞേ? ഓക്കെ. അപ്പൊ ഇതില് ഫ്ലഡ് റെസീലിയൻ ഡ്രെയിനേജ് സിസ്റ്റം അല്ലേ? എന്തായിരിക്കും? നമ്മുടെ ലാർജ് കപ്പാസിറ്റി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മഴയൊക്കെ വരുമ്പോൾ അത് നമ്മുടെ ഡ്രെയിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? എക്സ്കവേറ്റ് ചെയ്തിട്ട് കപ്പാസിറ്റി കൂട്ടും. അതൊക്കെ ഇതാവുക ചെയ്യും. അവിടെ സെഡിമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് നമ്മുടെ ആ വാട്ടർ കപ്പാസിറ്റി നമ്മൾ എന്ത് ചെയ്യണം? എൻഹാൻസ് ചെയ്യണം, അപ്ഗ്രേഡ് ചെയ്യണം. മനസ്സിലായോ? അത് അർബൻ ഫ്ലഡിങ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ ടേക്കപ്പ് ചെയ്യണ്ടേ? അപ്പൊ അതിന് അങ്ങനെ ചെയ്യണം. ഫ്ലഡ് റെസീലിയൻ ഡ്രെയിനേജ് സിസ്റ്റത്തിനെ നമ്മൾ എങ്ങനെ എൻഹാൻസ് ചെയ്യണം എന്നുള്ളതാണ് ഈ 3 പോയിന്റ്സ് പറയുന്നത് കേട്ടോ. അല്ലേ? തൃശ്ശൂര് മഴ വന്നു, തൃശ്ശൂര് മഴ കാരണം അർബൻ ഫ്ലഡിങ് സംഭവിച്ചു എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ വാട്ട് ആർ ദി ഫ്ലഡ് റെസീലിയൻ ഡ്രെയിനേജ് സിസ്റ്റംസ് പോയിന്റ്സ് യു ക്യാൻ കൺസിഡർ? ലാർജ് കപ്പാസിറ്റി സ്റ്റോം വാട്ടർ ഡ്രെയിൻസ്, അതുപോലെ സെപ്പറേറ്റ് ഡ്രെയിനേജ് സിസ്റ്റംസ്, അത് നമ്മൾ അറിയുന്നല്ലേ. സീവേജിനും റെയിൻ വാട്ടറിനും നിങ്ങൾ എൻവിറോൺമെന്റിൽ പഠിച്ചിട്ടില്ലേ? ഡ്രൈ വെതർ ഫ്ലോ അതിനൊരു ഇത് കൊടുക്കണം, വെറ്റ് വെതർ ഫ്ലോക്ക് വേറെ കൊടുക്കണം, പിന്നെ കമ്പൈൻഡ് ആയിട്ട് കൊടുക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളിതിൽ പഠിക്കുന്നതാണ്. അപ്പം അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റംസ് കൊടുക്കുക. പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? പെർമിയബിൾ പേയ്മെന്റ്സ് അല്ലേ? നമ്മൾ എന്താ ചെയ്യുക? ഈ വെള്ളമെല്ലാം ഇങ്ങനെ ഒലിച്ചു പോകുന്നത് ടാറിട്ട റോഡുകളും പിന്നെ അതുപോലെ നമ്മുടെ വീടിൻ്റെ ഒക്കെ മൊത്തം കോൺക്രീറ്റ് ടൈൽസും ഒക്കെ മുറ്റത്തൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുറ്റത്തൊക്കെ ഇടുമ്പോൾ ഈ ഗ്രീൻ ഇത് കൊടുക്കില്ലേ, അങ്ങനത്തെയൊക്കെ കൊടുക്കുക. ടൈൽ ഇടുണ്ടെങ്കിലും കൂടി സസ്റ്റൈനബിൾ ആയിട്ടുള്ള ടൈല് എന്നല്ല, ഇതൊക്കെ എന്ത് കൊടുക്കുക? ചെടികളൊക്കെ അങ്ങനെ വെച്ച് ചെടികളുടെ പേരിലൂടെ അത് വെള്ളമൊക്കെ ഇറങ്ങി അങ്ങനെ പോയിക്കോളും. മീഡിയൻസ് ഒക്കെ വയ്ക്കുമ്പോൾ അവിടെ മണ്ണും അതൊക്കെ പറഞ്ഞിട്ടില്ലേ? നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ട് പോലെ പറഞ്ഞിട്ടുണ്ട്. മീഡിയൻസ് വയ്ക്കുന്നു, അതിൽ മണ്ണ് നിറയ്ക്കുന്നു, അതിനുള്ളിൽ ചെടികൾ വളർത്തുന്നു. ആംബിയൻസ് മാത്രമല്ല, ഇതാണ് ഗ്രൗണ്ട് വാട്ടർ റീചാർജും റെഡ്യൂസ് റൺ ഓഫ് ആണ് അതിൻ്റെ ഫംഗ്ഷൻ. അപ്പം ഇങ്ങനെയൊക്കെ എഴുതണം. ഇനി അടുത്ത് റിവർ ആൻഡ് ഫ്ലഡ് പ്ലെയിൻ മാനേജ്മെന്റ്. അതെങ്ങനെയാ? റിവറിനെ നമ്മൾ എന്താ ചെയ്യാൻ പറ്റുക? റീസ്റ്റോർ നാച്ചുറൽ ഫ്ലഡ് പ്ലെയിൻസ് ടു സ്റ്റോർ എക്സസ് വാട്ടർ അല്ലെ? നമ്മൾ റിവർ റിജുവനേഷൻ എന്ന് പറയില്ലേ? ഈ മഴയൊക്കെ വരുമ്പോൾ പുഴകളെ നമ്മൾ എന്ത് ചെയ്യണം? ഈ അവിടെയുള്ള പായലുകളെ ഇതൊക്കെ കളഞ്ഞ് നമ്മൾ അതിൻ്റെ ഈ പറഞ്ഞ പോലെ ആഴമൊക്കെ ഇതാക്കി കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് വൃത്തിയാക്കി എടുക്കാറില്ലേ? അപ്പോൾ ആ റിവറിനെ നമ്മൾ റിസ്റ്റോർ ചെയ്യണം, റിജുവനേഷൻ ചെയ്യണം. നാച്ചുറൽ ഫ്ലഡ് പ്ലെയിൻസ് ആൻഡ് സ്റ്റോർ എക്സസ് വാട്ടർ സ്റ്റോർ ചെയ്യാനുള്ളതാണ് വാട്ടർ ബോഡീസ്. ഡീസിൽട്ട് അതന്നെ ഡീസിൽട്ട് ചെയ്യുക, മെയിൻറ്റെയിൻ പ്രോപ്പർ ഫ്ലോ ചാനൽസ്, റിവർ ട്രെയിനിങ് സംവിധാനങ്ങൾ കൊണ്ടുവരിക. മനസ്സിലായോ? പ്രിവെന്റ് എൻക്രോച്ച്മെന്റ് അലോങ് റിവർ ബാങ്ക് സൈഡ്സ് ത്രൂ സ്ട്രിക്റ്റ് സോണിങ് റെഗുലേഷൻസ്. അപ്പോൾ അവിടെ എൻക്രോച്ച്മെന്റ് അതുപോലെ മണ്ണെടുക്കുന്നതും അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ക്ലിയർ അല്ലേ? അതൊക്കെയാണ് ആ പോയിന്റ് കേട്ടോ. ഇനി അതിൻ്റെ അപ്പോൾ ഇത് കഴിഞ്ഞു. ഫസ്റ്റ് ഫ്ലഡ് റെസീലിയൻറ്റ് കഴിഞ്ഞു, റിവർ ആൻഡ് ഫ്ലഡ് പ്ലെയിൻ മാനേജ്മെൻറ്റ് കഴിഞ്ഞു. അടുത്ത എലിവേറ്റഡ് ആൻഡ് ഫ്ലഡ് റെസിസ്റ്റൻറ്റ് സ്ട്രക്ചേഴ്സ്. അതാണ് ഈ സാധനം ഞാനിവിടെ ഫോട്ടോഗ്രാഫ് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ വരച്ചാൽ നല്ല രസമായിരിക്കും. ഇത് കാണുന്നുണ്ടോ? ഇത് കാണുന്നവരൊരു യെസ് പറയൂ. ഈ ഫോട്ടോ കാണുന്നവരൊരു യെസ് എന്നും പറയൂ. മൈക്ക് ഓൺ ചെയ്തിട്ട്. ആർക്കും കാണുന്നില്ലേ? യെസ്. ഓക്കെ. ഇത് കണ്ട, ഇതുപോലെയൊക്കെ എഴുതിയാലാണ് വല്ല മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ പറയുന്നുണ്ട്, ഇതിപ്പോൾ പുഴയുടെയും ഫ്ലഡ് ഇതൊക്കെ പറഞ്ഞു, ഡ്രെയിനേജും പറഞ്ഞു, റിവർ ആൻഡ് ഫ്ലഡ് പ്ലെയിൻ മാനേജ്. ഇനി എലിവേറ്റഡ് ആൻഡ് ഫ്ലഡ് റെസിസ്റ്റൻറ്റ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ വീടുകളെ എങ്ങനെ നമുക്ക് കൺസ്ട്രക്ട് ബിൽഡിങ്സ് റേസ്ഡ് പ്ലെയിൻ ഫ്ലഡ് പ്രോൺ അല്ലേ? നമ്മൾ കണ്ടോ ഒരു വീഡിയോ വന്നത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ആ ഒരു പുഴയുടെ അവിടെ ഒരു വീട് അങ്ങോട്ട് ഫ്ലഡ് വന്നപ്പോൾ ആ പുഴയിലേക്ക് അങ്ങോട്ട് പോയതൊരു ഫോട്ടോ കണ്ടിട്ടില്ലേ? അപ്പം അവിടെ ഇപ്പം ഇത് ചെയ്താൽ ശരിയാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും നമ്മൾ അങ്ങനത്തെ ഫ്ലഡ് പ്രോൺ ഏരിയാസിൽ നമ്മൾ എന്ത് കൊടുക്കണം? റേസ്ഡ് പ്ലിന്ത് ലെവൽ കൊടുക്കണം. മനസ്സിലായോ? ഇത് കണ്ട, ഇവിടെ കണ്ട, ഇവിടെ അല്ല വേറെ ഇതിലുണ്ടായിരുന്നില്ല. കണ്ട, ഇത് കണ്ട, ഇങ്ങനെയൊക്കെ ഫ്ലഡ് റെസിസ്റ്റൻറ്റ് കൺസ്ട്രക്ഷൻ. ഓക്കെ, ഇങ്ങനെയൊക്കെ ചെയ്യുക. അതിൻ്റെ ബേസ്മെൻറ്റ് ഉയർത്തി കൊടുക്കുക. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനത്തെ കണ്ട, ഇതാ ഇതൊക്കെ ഇങ്ങനെ കുറേ ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് അതിൻ്റെ കണ്ടോ ഇവിടെ ഫ്ലഡ് ഹൈ ഫ്ലഡ് ലെവല് കഴിഞ്ഞിട്ട് വരണം. കണ്ടോ ഇത് ഈ വീടുകളൊക്കെ കണ്ടോ?
അപ്പം ഇങ്ങനെയൊക്കെ കൊടുത്താലാണ് വല്ല നടപടിയാവുള്ളൂ എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഇത് കണ്ട ഫ്ലഡ് റീസ്റ്റാൻഡിങ് പൊസിഷൻ, ഫ്ലഡിന്റെ സമയത്ത് കണ്ട ഇതിങ്ങനെയാണെങ്കിൽ കണ്ടോ ഇവിടെ ഇങ്ങനെയൊക്കെ വരുള്ളൂ. അപ്പൊ ഈ വേറൊരു നല്ലൊരു ഫോട്ടോഗ്രാഫ് ഉണ്ടായിരുന്നു, ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു, അത് ഞാൻ നമ്മുടെ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വെച്ചാൽ മതി. ഇത് കണ്ട ഇവിടെ എങ്ങനെ സബ് ഗ്രേഡ് ബേസ്മെന്റ്, ഇവിടെ ഇതൊക്കെ എഴുതാം. ഉണ്ടോ? ഇത്ര വരില്ലേ വെള്ളം വരുള്ളൂ. വീട്ടിന്റെ ഉള്ളിലേക്ക് കടന്നില്ലല്ലോ. ഡോറ് കണ്ടോ? ഡോറിലേക്ക് വെള്ളം വരുന്നില്ല. കാരണം ഇത് കണ്ടോ ഓപ്പണിങ്സ് ഒക്കെ. ഇവിടെ ഓപ്പണിങ്സ് ടു ലെറ്റ് ഫ്ലഡ് വാട്ടർ എൻ്റർ, ഫ്ലഡ് വാട്ടർ. അപ്പൊ അങ്ങനെയൊക്കെ എന്തൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ രീതിയിൽ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കുറെ നല്ല ഫോട്ടോഗ്രാഫ്സും കാര്യങ്ങളൊക്കെ കിട്ടും. അതിൽ ഏറ്റവും പറ്റാവുന്നൊരു ഇതാണ് ഞാൻ ഉദ്ദേശിച്ച സാധനം കേട്ടോ. ഇത് കണ്ടോ? ഇതിന്റെ ഹൈറ്റ് എന്തായിരിക്കണം? മസ്റ്റ് റെക്കഗ്നൈസ് എലിവേഷൻ റിക്വയർമെന്റ് ഫ്ലഡ് സോൺ. ഇത്ര ഹൈറ്റേ പാടുള്ളൂ എന്നുള്ളത് ഉണ്ടായിരിക്കും. എലിവേഷൻ റിക്വയർമെന്റ്സ് അതിന്റെ ഓരോ പ്ലിന്ത് ലെവല്, ബേസ്മെന്റ് ലെവല് ഉണ്ട്, അതുപോലെ നമ്മുടെ ഫൂട്ടിംഗ് ലെവല്, ഓരോ ലെവലില്ലേ, സിൽ ലെവൽ, ഇതൊക്കെ ഇത്ര ആവണം എന്നുള്ളത് ഉണ്ടായിരിക്കും ഫ്ലഡ് പ്രോൺ സോൺസിൽ. അത് മനസ്സിലാക്കി അതിനനുസരിച്ച് വേണം അവിടെ വീട് പണിയാൻ. കോസ്റ്റൽ റീജിയൻസിലൊക്കെ അല്ലെ, CRZ റൂൾസിലൊക്കെ ചിലപ്പോൾ ഇതൊക്കെ പറയുന്നുണ്ടായിരിക്കും. ദെൻ ആക്സസ് എന്ന് പറയുമ്പോൾ നീഡ് ഫോർ സ്റ്റെയർസ്, റാംസ് റിക്വയർമെന്റ്. ഇതൊക്കെ അങ്ങനെ നല്ലൊരു രീതിയിലുള്ള വെള്ളം കയറാത്ത രീതിയിൽ സ്റ്റെയർ, റാമ്പ്, പ്രൊവിഷൻസ് ഒക്കെ കൊടുക്കുക. ദെൻ മെക്കാനിക്കൽ സിസ്റ്റംസ് പറയുന്നത് എന്താണ്? മസ്റ്റ് അലോ റീ ലൊക്കേഷൻ ഔട്ട് ഓഫ്. അത് കണ്ടോ? ഇതിനെ ഇങ്ങോട്ട് മുകളിലേക്ക് ഹൈഡ്രോളിക് ജാക്കിങ് എന്തൊക്കെയോ സംഭവങ്ങൾ വഴി നമ്മൾ കയറ്റാറില്ലേ ഇത് വരുമ്പോൾ. അപ്പൊ മെക്കാനിക്കൽ സിസ്റ്റംസ് വഴി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ സാധനങ്ങളെ മേളിലേക്ക് എത്തിക്കണം. പാർക്ക് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ മേ നോട്ട് ബി പോസിബിൾ ബിലോ ഗ്രൗണ്ട് പോസിബിൾ ആയിരിക്കില്ല. അപ്പൊ നമ്മുടെ ഓൾറെഡി നമ്മുടെ പ്ലിന്ത് ലെവൽ ഉയർത്തിയിട്ടുണ്ടല്ലോ, അപ്പൊ അവിടെയൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പൊ ഇത് ചെയ്യരുത്. ഫ്ലഡ് ഗ്രൗണ്ട് ഫ്ലോർ യൂസ് കണ്ടോ? ബിൽഡിങ് ഇതൊക്കെ നോക്കിയാൽ മതി, മനസ്സിലാവും. നിങ്ങൾ നോക്കുക, ഇങ്ങനത്തെ പടങ്ങളൊക്കെ വരച്ചു വെക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ആ പരിപാടി കഴിഞ്ഞു കേട്ടോ. എലിവേറ്റഡ് ആൻഡ് ഫ്ലഡ് റെസിസ്റ്റൻസ് സ്ട്രക്ചേഴ്സ്. ഇനി റെസിലെ ട്രാൻസ്പോർട്ടേഷന്റെ കാര്യങ്ങൾ എന്ത് ചെയ്യാം? എലിവേറ്റ് റോഡ്, ബ്രിഡ്ജസ് ആൻഡ് റെയിൽവേസ് ഫ്ലഡ് പ്രോൺ റീജിയൻസ് ആണ് പറയുന്നത്. അപ്പൊ ആ ട്രാൻസ്പോർട്ടേഷൻ ശരിയാവാനായിട്ട് നമ്മള് റോഡ്, ബ്രിഡ്ജസ്, അത് ഇന്നാളെ ഒരാൾ വന്നപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളേതോ ചെന്നൈയിൽ ഫ്ലഡിന്റെ സമയത്ത് വീടുകളിലുള്ള എല്ലാ കാറുകളും അവരൊരു ഫ്ലൈ ഓവറിന്റെ മുകളിൽ കൊണ്ടുവച്ചു. അപ്പൊ ആ ഫ്ലൈ ഓവറിന്റെ മുകളിലേക്ക് എന്ത് വരില്ല? എന്തായാലും വെള്ളപ്പൊക്കം വരില്ലല്ലോ. അപ്പൊ ചെന്നൈയിലുള്ള വീടുകളെ മീൻസ് അത് നിങ്ങൾ ടോക്കിന് വന്നില്ലേ, ഒരു IIT ഒരു സാറ് വന്നിട്ട് നമുക്ക് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ ആളന്ന് പറഞ്ഞതാണ് അങ്ങനെയാണ് അവർ ചെയ്തത്. അപ്പൊ അവരുടെ കാറിനൊന്നും സംഭവിച്ചില്ല, കാരണം അത് ആ ഫ്ലൈ ഓവറിന്റെ മുകളിൽ, ആ ബ്രിഡ്ജിന്റെ മുകളിൽ അവർ കൊണ്ടുവച്ചു. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ റോഡ്, ബ്രിഡ്ജസ്, റെയിൽവേസ് ഫ്ലഡ് പ്രോൺ റീജിയൻസ് ആണെങ്കിൽ കുറച്ചും കൂടി എലിവേഷനിൽ കൊടുക്കണം. പ്രോപ്പർ കൾവേർട്ട് ആൻഡ് ക്രോസ് ഡ്രെയിനേജ് സ്ട്രക്ചേഴ്സ് കൊടുക്കുക, ഡ്യൂറബിൾ മെറ്റീരിയൽസ് കൊടുക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ഇത് കണ്ട, ഇതിപ്പോ ട്രാൻസ്പോർട്ടേഷന്റെ കാര്യമായി, ഇത് വീടിന്റെ കാര്യമായി, റെസിസ്റ്റൻസ് സ്ട്രക്ചർ, ഇത് ഫ്ലഡ് പ്ലെയിൻ മാനേജ്മെന്റ്, ഇത് ഡ്രെയിനേജ് സിസ്റ്റംസ്. ഇനി നമ്മുടെ ഇതൊന്നും അല്ലാതെ നമ്മൾ പഠിച്ചിട്ടില്ല, നാച്ചുറൽ വേസ്റ്റ്, നമ്മുടെ വെറ്റ്ലാൻഡ്സും മാംഗ്രോവ്സും ഫോറസ്റ്റും ഒക്കെ ഇങ്ങനെ ഗാർഡിയൻസ് പോലെ ആക്ട് ചെയ്യുന്നുണ്ട്. അവര് ഒക്കെ പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ അർബൻ ഗ്രീൻ സ്പേസസിനെ പ്രൊമോട്ട് ചെയ്യുക, എഫോറസ്റ്റേഷൻ ചെയ്യുക. അപ്പൊ അത് ഈ ഒരു പോയിന്റിൽ അണ്ടറിൽ എഴുതുക. ഇതേ നമ്മൾ റിസർവോയർ ഡാം അല്ലെ, നമ്മളെപ്പോഴും ഡാം എന്ന് പറയുന്നത് ഇതാണ്. ഡാം എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഫോർ റിയൽ ടൈം മോണിറ്ററിങ് ആൻഡ് കോർഡിനേറ്റഡ് ഡാം ഓപ്പറേഷൻ. അപ്പൊ ഡാമിന്റെ അപ്സ്ട്രീമിൽ നമുക്കറിയാം വെള്ളം ഇതായിട്ട് നമ്മൾ അപ്പോൾ അതിന് പ്രോപ്പറായിട്ട് ഷട്ടർ വഴി നമ്മളതിനെ കൊടുത്തിട്ട് നമ്മൾ റിലീസ് ചെയ്യും. പ്രഡിക്റ്റീവ് മോഡൽസ്. അപ്പോൾ യൂസ് പ്രഡിക്റ്റീവ് മോഡൽസ് ഫോർ കൺട്രോൾ വാട്ടർ റിലീസ് ഡ്യൂറിങ് ഹെവി റെയിൻഫോൾ. അപ്പം അതിനൊക്കെ സ്റ്റഡി ചെയ്തതിനനുസരിച്ച് നമ്മളതിൻ്റെ വാട്ടർ റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ. ദെൻ പിന്നെ ഏർലി വാർണിംഗ് സിസ്റ്റംസ് ഒക്കെ അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ, GIS ബേസ്ഡ് ആയിട്ടുള്ളതാണ്. ഫ്ലഡ് ഏർലി വാർണിംഗ് സിസ്റ്റംസ്, സെൻസേഴ്സ്, സാറ്റലൈറ്റ് ഡാറ്റയൊക്കെ വെച്ച് പ്രവർത്തിക്കുന്ന സാധനങ്ങളൊക്കെ യൂസ് എല്ലാവർക്കും അത് ഡെവലപ്പ് ചെയ്യുക. അതുപോലെ എല്ലാ യൂസേഴ്സിനും അതിനെപ്പറ്റി അവയർനെസ്സും കാര്യങ്ങളും, മൊബൈൽ അലർട്ടുകളൊക്കെ കൊടുക്കുക. ഇപ്പം എന്തായിരുന്നു ചോദ്യം? എന്തായിരുന്നു? ഫ്ലഡ് സജസ്റ്റ് ക്ലൈമറ്റ് റെസിലിയന്റ് ഇൻഫ്രാസ്ട്രക്ചർ നോക്കിയാട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബിൽഡിങ്ങിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാന്ന് എഴുതണം. ഈ ഏർലി വാർണിംഗ് സിസ്റ്റംസും സ്മാർട്ട് സിസ്റ്റംസും ഒക്കെ നമ്മുടെ യൂസേഴ്സിന് അത് ഇൻകോർപ്പറേറ്റ് ചെയ്യുക. മനസ്സിലായോ? ഇനി ക്ലൈമറ്റ് റെസിലിയൻ അർബൻ പ്ലാനിങ് ചെയ്യുക, കമ്മ്യൂണിറ്റി ഇൻഫ്രാസ്ട്രക്ചർ, റെസിലിയൻ യൂട്ടിലിറ്റി സിസ്റ്റംസ്. ആ യൂട്ടിലിറ്റി സിസ്റ്റംസ് വരുമ്പോൾ എന്തൊക്കെ വരും? നമ്മുടെ പവർ, വാട്ടർ സപ്ലൈ, അങ്ങനത്തെ കാര്യങ്ങൾ, ഇലക്ട്രിക്കൽ ലൈൻസ് അല്ലെ, അതൊക്കെ അല്ലേ യൂട്ടിലിറ്റി സർവീസസ്. ഇലക്ട്രിക്കൽ സർവീസസ്, പ്ലംബിംഗ് സർവീസസ്, പിന്നെ നമ്മുടെ അങ്ങനത്തെയൊക്കെ. മനസ്സിലായോ? അപ്പൊ അതൊക്കെ റെസിലിയന്റ് ആവണം, അതിനൊക്കെ എലിവേറ്റ് ചെയ്യുക. അതുപോലെ ഇത് കണ്ടാമിനേഷൻ എന്ന് ഇതാക്കുക, അതിന്റെ ശേഷം ഇതൊക്കെ ചെയ്യാം, ക്ലോറിനേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിൽ
നമ്മൾ അന്ന് വിട്ടുപോയ ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പൊ അത്ര പോരെ. ഇനി ഞാൻ മൊഡ്യൂൾ 5 ഇപ്പൊ എടുക്കണ്ടല്ലോ, വെറുതെ തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു, അത് സീരീസിന് ഇല്ലല്ലോ. ഇതിപ്പോ പറയണ്ടല്ലോ, അത് പിന്നെ ഒരു ദിവസം പറയാം. അത് പോരെ, ഇനി എന്തെങ്കിലും ചോദിക്കാണ്ടോ? അപ്പൊ അത് മതി. ഇതും കൂടിയൊക്കെ പറയാൻ ഇനി ഒരു ദിവസം ഇതുപോലെ വിളിച്ച വരണം കേട്ടോ. അപ്പൊ നമുക്ക് ഇതും കൂടി നമുക്ക് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. മനസ്സിലായോ? ഇതില് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്യാന്ന് വിചാരിച്ചത്, നമുക്ക് പിന്നെ പറയാം. അപ്പൊ ഇതിലുള്ള ചോദ്യങ്ങൾ തന്നെ ആയിരിക്കും പരീക്ഷയിൽ ഉണ്ടാവുക. കണ്ട ഇതിലുണ്ട പാർട്ട് എ എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യം, അതിൽ നിന്നായിരിക്കും അത് തന്നെ എടുത്തിട്ടുള്ളത്. ഏതെടുത്തെന്ന് ഞാൻ പറയില്ല, പക്ഷെ ഇതിൽ നിന്ന് ഏതൊക്കെയോ എടുത്തിട്ടുണ്ട്. പക്ഷെ സിലബസിലുള്ള എല്ലാം പഠിച്ചേ പറ്റൂ. എല്ലാ ടേമും നിങ്ങൾ അറിഞ്ഞ് അതിന്റെ രീതിയിലൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ആയിരിക്കും വരുന്നുണ്ടാവുക. മനസ്സിലായോ? അപ്പൊ ഇപ്പൊ ഇരുന്ന് പഠിക്കാൻ തുടങ്ങിക്കോളോ. ഓക്കെ, അപ്പൊ ശരി, ബൈ ബൈ.